തേനൂറുന്ന മധുരമുള്ള തണ്ണിമത്തനുകൾ 100 മേനി വിളയിച്ച് കപ്പൂർ എറവക്കാട് സ്വദേശികളായ കുണ്ടുപാടത്ത് വീട്ടിൽ പോക്കറും മകൻ സഫീറും. തണ്ണിമത്തൻ വിളവെടുപ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ് നിർവഹിച്ചു. കാർഷിക വകുപ്പ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും നാട്ടുകാരും വിളവെടുപ്പ് ഉത്സവത്തിൽ പങ്കുചേർന്നു. മണ്ണെടുത്ത ശേഷം ഉപയോഗശൂന്യമായി കിടന്നിരുന്ന ഭൂമിയിൽ പരീക്ഷണ അടിസ്ഥാനത്തിലാണ് മാസങ്ങൾക്ക് മുൻപ് തണ്ണിമത്തൻ കൃഷി ചെയ്തത്. 100 മേനി വിള ലഭിച്ചതോടെയാണ് പരമ്പരാഗത കൃഷിക്കാരായ എറവക്കാട് സ്വദേശി സഫീറും പിതാവ് പോക്കറും ചേർന്ന് 1.5 ഏക്കറിൽ സാഗർ കിങ് ഇനത്തിൽപ്പെട്ട തണ്ണിമത്തൻ വീണ്ടും കൃഷിയിറക്കിയത്. തണ്ണിമത്തൻ വിളവെടുപ്പ് നാടിൻ്റെ ആഘോഷമാക്കിക്കൊണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും തൃത്താല MLA-യുമായ മന്ത്രി എം.ബി. രാജേഷ് നിർവഹിച്ചു. സ്റ്റാർ കിങ് ഇനത്തിൽപ്പെട്ട തണ്ണിമത്തൻ്റെ ആദ്യ വിളവെടുപ്പിൽ 10,000 കിലോ വിള ലഭിച്ചു കഴിഞ്ഞു. പ്രതികൂല കാലാവസ്ഥയും വന്യമൃഗശല്യവും വെല്ലുവിളി ആയെങ്കിലും കൃഷിവകുപ്പിൻ്റെ പരിപൂർണ സഹകരണവും നിർദ്ദേശങ്ങൾ കൊണ്ടും 100 മേനി വിള ലഭിച്ചുവെന്ന് കർഷകൻ പറഞ്ഞു. ഇവിടെ പാടത്താണ് 10 ഏക്കറത്തോളം സ്ഥലം ഈ വർഷം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ കുഴപ്പമില്ലാത്തൊരു വിളവ് കിട്ടിയിട്ടുണ്ട്. കൃഷി ഓഫീസർ പറഞ്ഞ മാതിരി കുഴപ്പമില്ലാത്തൊരു വിളവ് കിട്ടിയിട്ടുണ്ട്. വിജയിക്കുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. കാരണം ഒന്ന് മേൽമണ്ണൊക്കെ പോയ സ്ഥലമായിരുന്നു. എങ്കിലും കൂടിയിട്ട് കുഴപ്പമില്ലാത്തൊരു ഇത് കിട്ടിയിട്ടുണ്ട്, വിളവ് കിട്ടിയിട്ടുണ്ട്. പിന്നെ കാലാവസ്ഥ ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും കൂടി കുഴപ്പമില്ല. നല്ല ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു കർഷകനാണ്. ഇതിന് പോക്കറും ഷഫീറും ഇതിന് മുന്നിട്ടിറങ്ങിയതിൽ ഞാൻ ഹൃദ്യമായിട്ടുള്ള നന്ദിയും അഭിനന്ദനവും അറിയിക്കുകയാണ്. തുടർന്നും ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാ പിന്തുണ ഉണ്ടാകുന്നതാണ്. തണ്ണിമത്തിന് വിപണിയിൽ വൻ ഡിമാൻഡാണുള്ളത്. തണ്ണിമത്തൻ വിളവെടുക്കുന്നതറിഞ്ഞ് നിരവധി ആവശ്യക്കാരാണ് എറവക്കാടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. വിളവെടുപ്പ് ഉത്സവത്തിൽ കപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ, തൃത്താല പഞ്ചായത്ത് ജനപ്രതിനിധി കപ്പൂർ കൃഷി ഓഫീസർ ഷഹന, തൃത്താല കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ മാരിയത്ത് കിബ്ദിയ, അസിസ്റ്റന്റ് ഓഫീസർമാരായ നിഷാദ്, വിനീഷ്, വിവിധ രാഷ്ട്രീയ നേതാക്കന്മാർ, കർഷകർ, നാട്ടുകാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. NCV ന്യൂസ്, തൃത്താല.